സ്വാഗതം. കേരള സർവകലാശാല വിസിക്കെതിരെ SFIയുടെ വലിയ പ്രതിഷേധമാണ് സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴും നടക്കുന്നത്. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയാണ്. നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ. ഇപ്പോഴും സമാന സാഹചര്യമാണ്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പ്രതിഷേധിക്കുകയാണ്. ആ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പോലീസ് അറസ്റ്റിന് വഴങ്ങുന്നില്ല, പ്രതിരോധം തീർക്കുകയാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, തുടർച്ചയായ അറസ്റ്റ്, അതിനോടുള്ള SFIയുടെ ചെറുത്തുനിൽപ്പ്, ഇതൊക്കെയാണ് ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്, അല്ലേ? വിജയകുമാർ, അത് തന്നെയാണ്. 36-ലധികം പ്രവർത്തകർ, SFI പ്രവർത്തകർ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ വനിതാ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്നതിന് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുൻപ് ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി പോലീസിന് പുറത്തേക്ക് പോകാൻ പോലും വലിയ തരത്തിൽ പണിപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഏതാണ്ട് രണ്ട് പോലീസ് വാനും ഒരു ജീപ്പും അതിൽ പൂർണ്ണമായും പ്രവർത്തകരുമായി പുറത്തേക്ക് പോയതിനു ശേഷം ഇവിടെ കൂടിയിരുന്ന SFI പ്രവർത്തകരെ പോലീസ് ലാത്തി കാട്ടി വിരട്ടി പുറത്തേക്ക് സർവകലാശാല ആസ്ഥാനത്തിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നൊരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും ഈ സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടത്തിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച വനിതാ SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചുമതലയുള്ള ഫരിഷ്ഠ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അവരുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വനിതാ പ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട്, വനിതാ നേതാക്കളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. നേരത്തെ SFIയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള PM മാർഷോ ഉൾപ്പെടെയുള്ള ആളുകളെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരുന്നു. ഏതായാലും വൈകാരികമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. കുറച്ച് നാളെ അനിശ്ചിതകാല സമരം SFI സർവകലാശാല ആസ്ഥാനത്ത് VCക്കെതിരെ നടത്തി വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വൈസ് ചാൻസലർ പൂർണ്ണമായും ഒരു സംഖ്യയായി മാറുന്നു, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു പ്രത്യക്ഷമായിട്ടുള്ള, ഒരു പ്രകടമായിട്ടുള്ള സമരത്തിലേക്ക് SFI കടന്നത്. ആ സമരം അതൊരു സംഘർഷത്തിലേക്ക് ഇന്ന് എത്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ആദ്യം SFI പ്രവർത്തകർ ഒരു ബാനറൊക്കെ കെട്ടി, VC എവിടെ എന്നുള്ള ചോദ്യം, അതിനൊരു ബാനറൊക്കെ കെട്ടിക്കൊണ്ടായിരുന്നു SFIയുടെ സമരം ആരംഭിച്ചതെങ്കിൽ പിന്നീട് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള പോലീസിന്റെ നീക്കമാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്. ഇപ്പോൾ അവസാനമാണ് നമുക്ക് കരുതാം. വനിതാ പ്രവർത്തകരുമായി SFI വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഈ നന്ദാവനം ക്യാമ്പിലേക്ക് പോവുകയാണ്. കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഉന്നത അസിസ്റ്റന്റ് കമ്മീഷണർമാർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു SFIയുടെ ഈ സമരരീതി. കാരണം നേരത്തെ നമുക്കറിയാം ഈ സംഘർഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിക്കും. പക്ഷേ ഇന്നത്തെ സമരത്തെക്കുറിച്ച് പോലീസിന് കാര്യമായ സൂചന ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് അഗ്രഷനിലേക്ക് പോയൊരു സമരമാണ്. ഇപ്പോൾ വനിതാ പ്രവർത്തകരുമായിട്ടുള്ള പോലീസിന്റെ വാൻ, അത് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു പോലീസിന്റെ വാൻ കേരള സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തേക്ക് അത് വരുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഇത്തരം വാനുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പ്രവർത്തകർ പോലീസ് വാഹനത്തെ തടയുന്നതടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 9ഓളം വനിതാ SFI പ്രവർത്തകരെ, നേതാക്കളടക്കമുള്ള വനിതാ SFI പ്രവർത്തകരുമായിട്ട് ഇപ്പോൾ പോലീസ് വാഹനം കേരള സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തേക്ക് പോവുകയാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകരെ പോലീസ് വിരട്ടി ഓടിച്ചിരുന്നു, സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തേക്ക് വിരട്ടി ഓടിച്ചിരുന്നു. ഇപ്പോൾ അവസാന വാഹനവും പോയിരിക്കുന്നു. SFIയുടെ കൊടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സർവകലാശാല കവാടത്തിന് പുറത്തേക്ക് മാറ്റുകയാണ്. മാത്രവുമല്ല സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന ഗേറ്റ് അത് പൂട്ടാൻ നിർദ്ദേശം അത് ഇപ്പോൾ DCP നൽകിയിരിക്കുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട സംഘർഷം, ആ സംഘർഷത്തിനൊടുവിൽ ഇവിടെ നിന്ന് പൂർണ്ണമായും ആളുകളെ, അതായത് ഈ മറ്റാവശ്യങ്ങൾക്കൊക്കെ എത്തിയ ആളുകളെ പൂർണ്ണമായും നീക്കിയപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ഈ സർവകലാശാല ആസ്ഥാനത്തിനുള്ളിൽ കാണാൻ സാധിക്കും. ഏതായാലും ഈ പൂർണ്ണമായിട്ടും ഈ ഭാഗം മുഴുവൻ SFI പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ സാഹചര്യം. പക്ഷേ അതിന് പിന്നാലെ ഓരോ SFI പ്രവർത്തകരെയായിട്ടും വലിയ ബലം പ്രയോഗിച്ചടക്കം പോലീസിന് നീക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കൂടുതൽ പോലീസ് വാഹനം ഈ പ്രദേശത്തേക്ക്, ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇനിയൊരു പക്ഷേ അറസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മുഴുവൻ പ്രവർത്തകരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയോ സർവകലാശാല ക്യാമ്പസിന് പുറത്തേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനാണ് ഇപ്പോൾ നേരിയ ഒരു അയവ് വന്നിരിക്കുന്നത്.